എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മളിൽ മിക്കവരും ഇന്ന് ഓൺലൈൻ ഷോപ്പിംഗിന് അടിമകളാണ്. പ്രത്യേകിച്ച് ഫ്ലിപ്കാർട്ട്, മീഷോയും പോലെയുള്ള ആപ്പുകൾ നമ്മുടെ ഫോണിലെ സ്ഥിരം സാന്നിധ്യമായി മാറിയിട്ടുണ്ട്. ഒരു ദിവസം പോലും ഇവ തുറക്കാതിരിക്കാൻ പലർക്കും പറ്റില്ല എന്നതാണ് സത്യം. ഒരു ചെറിയ സാധനം വേണമെങ്കിൽ ആദ്യം നമ്മൾ നോക്കുന്നത് ഓൺലൈനിൽ നിന്നാണ്. പക്ഷെ ഇവിടെ ഒരു കാര്യമാണ് എല്ലാവർക്കും സംശയം ഉണ്ടാക്കുന്നത്. ഒരു ലോക്കൽ കടയിൽ പോയി 500 രൂപ കൊടുത്ത് വാങ്ങേണ്ട ഒരു കുർത്തയോ ഷർട്ടോ മീഷോയിൽ നോക്കുമ്പോൾ വെറും 150 രൂപക്കോ 200 രൂപക്കോ കിട്ടും. ഇത്രയും വലിയ വ്യത്യാസം എങ്ങനെ സാധ്യമാണ്? കടക്കാരൻ നമ്മളെ വഞ്ചിക്കുകയാണോ, അല്ലെങ്കിൽ ഓൺലൈൻ ആപ്പുകൾ ലോസായി വിൽക്കുകയാണോ? ഇതൊക്കെ നമുക്കൊന്ന് പരിശോധിച്ചാലോ. സത്യത്തിൽ ഇതിന്റെ പിന്നിൽ വളരെ കൃത്യമായ പ്ലാൻ ചെയ്ത ഒരു ബിസിനസ് സ്ട്രാറ്റജിയാണ് ഉള്ളത്. പലർക്കും അറിയാത്ത ചില ട്രിക്കുകൾ ഉപയോഗിച്ചാണ് ഇവർ ഈ വിലക്കുറവ് സാധ്യമാക്കുന്നത്. ഇത് മനസ്സിലാക്കാൻ ആദ്യം നമ്മൾ ചിന്തിക്കേണ്ടത് ഒരു സാധാരണ കട എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതാണ്. ഒരു ലോക്കൽ ഷോപ്പ് ഉടമ ഒരു ഷർട്ട് വിറ്റാൽ അതിന്റെ വിലയിൽ പല ചിലവുകൾ ഉൾപ്പെടും. കടയുടെ വാടക, സ്റ്റാഫ് ശമ്പളം, വൈദ്യുതി ബിൽ, ഡിസ്പ്ലേ ചെലവ്, സ്റ്റോക്ക് സൂക്ഷിക്കുന്ന ചെലവ്, ഇതെല്ലാം കൂടി ചേർന്നതാണ് ആ 500 രൂപ. അതായത് നിങ്ങൾ ഷർട്ട് വാങ്ങുമ്പോൾ അതിന്റെ യഥാർത്ഥ വില മാത്രമല്ല, കടയുടെ മുഴുവൻ ചിലവും നമ്മൾ നോക്കേണ്ടി വരും. ഇപ്പോൾ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലേക്ക് വരാം. ആദ്യം മീഷോയെ നോക്കാം. മീഷോയുടെ വളർച്ചയ്ക്ക് പിന്നിലെ ഏറ്റവും വലിയ കാര്യം അവരുടെ സീറോ കമ്മീഷൻ മോഡലാണ്. സാധാരണയായി ആമസോൺ അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ട് പോലെയുള്ള പ്ലാറ്റ്ഫോമുകൾ ഓരോ സെല്ലറിന്റെയും വിൽപ്പനയിൽ നിന്നും 15 മുതൽ 20 വരെ കമ്മീഷൻ ഈടാക്കും. പക്ഷേ മീഷോ പറയുന്നത് നിങ്ങൾ ഇവിടെ വിൽക്കൂ, ഞങ്ങൾക്ക് കമ്മീഷൻ വേണ്ട എന്നാണ്. ഇതുകൊണ്ട് സെല്ലർക്ക് വലിയൊരു അഡ്വാൻറ്റേജ് ലഭിക്കുന്നു. ആ കമ്മീഷൻ തുക അവർ ഉപഭോക്താക്കൾക്ക് ഡിസ്കൗണ്ട് ആയി നൽകാൻ കഴിയും. അതുകൊണ്ടാണ് മീഷോയിൽ പല സാധനങ്ങളും വളരെ കുറഞ്ഞ വിലയ്ക്ക് കാണുന്നത്. മറ്റൊരു പ്രധാന കാര്യം, മീഷോയിൽ കൂടുതലും ബ്രാൻഡ് ഇല്ലാത്ത ലോക്കൽ മാനുഫാക്ചേഴ്സ് ആണുള്ളത്. വലിയ ബ്രാൻഡുകൾക്ക് പരസ്യത്തിനും പാക്കിങ്ങിനും ബ്രാൻഡിംഗ് ചെയ്യുന്നതിനും വലിയ ചിലവ് വരും. എന്നാൽ ഈ ലോക്കൽ നിർമ്മാതാക്കൾ അത്തരത്തിലുള്ള ചിലവുകൾ കുറവാണ്. അതിനാൽ അവരുടെ പ്രൊഡക്റ്റുകളുടെ വിലയും കുറയും. ഇപ്പോൾ ഒരു ചെറിയ ഉദാഹരണം നോക്കാം. ഒരു ബ്രാൻഡ് ഷർട്ടിന് 200 രൂപയുടെ പ്രൊഡക്ഷൻ ചെലവുണ്ടെങ്കിൽ അതിന് പരസ്യം, ഷോറൂം, ബ്രാൻഡ് വാല്യൂ എന്നിവ ചേർന്ന് അത് 800 രൂപയോ 1000 രൂപയോ ആകും. എന്നാൽ അതേ ക്വാളിറ്റിയിൽ അടുത്ത ഒരു ഷർട്ട് ലോക്കൽ മാനുഫാക്ചർ നിർമ്മിച്ചാൽ അത് 250 രൂപയ്ക്കോ 300 രൂപയ്ക്കോ തന്നെ വിറ്റഴിക്കാം. ഈ വ്യത്യാസമാണ് നമ്മൾ ഓൺലൈനിൽ കാണുന്നത്. ഇനി ഫ്ലിപ്കാർട്ടിലേക്ക് വരാം. ഇവരുടെ ഗെയിം കുറച്ച് വ്യത്യാസമാണ്. ഇവർ വോളിയം സെയിലിംഗ് എന്ന ആശയത്തിലാണ് കൂടുതൽ ശ്രദ്ധിക്കുന്നത്. അതായത് ഓരോ സാധനം തന്നെ ലക്ഷക്കണക്കിന് എണ്ണം സ്റ്റോക്ക് ചെയ്ത് വിൽക്കുക. ഇത് എന്ത് സഹായം ചെയ്യുന്നു? വലിയ തോതിൽ സാധനങ്ങൾ വാങ്ങുമ്പോൾ നിർമ്മാതാക്കൾ വളരെ കുറഞ്ഞ വിലയ്ക്ക് നൽകും. ഇതിനെ എക്കണോമി ഓഫ് സ്കെയിൽ എന്ന് പറയുന്നു. അതായത് നിങ്ങൾ കൂടുതൽ വാങ്ങുമ്പോൾ ഓരോ യൂണിറ്റിന്റെ വില കുറയുന്നു. ഇവിടെ മറ്റൊരു സ്ട്രാറ്റജിയുമുണ്ട്, എക്സ്ക്ലൂസീവ് ഡീലുകൾ. ചില ബ്രാൻഡുകളുമായി ഫ്ലിപ്കാർട്ട് പ്രത്യേക കരാറുണ്ടാക്കും. അതിനാൽ ആ പ്രൊഡക്റ്റ് മറ്റ് പ്ലാറ്റ്ഫോമുകളിൽ ലഭിക്കാത്ത രീതിയിൽ അവർ ഡിസ്കൗണ്ട് നൽകും. ഉദാഹരണത്തിന് ബിഗ് ബില്യൺ ഡേയ്സ് സമയത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും മൊബൈൽ ഫോണുകൾക്കും ഇലക്ട്രോണിക് സാധനങ്ങൾക്കും വലിയ ഓഫറുകൾ. ആ സമയത്ത് അവർ ഓരോ പ്രൊഡക്റ്റിലും ചെറിയ ലാഭം മാത്രമേ ഈടാക്കൂ. പക്ഷേ വിറ്റഴിക്കപ്പെടുന്ന എണ്ണം വളരെ കൂടുതലായതിനാൽ മൊത്തത്തിൽ വലിയ ലാഭമാണ് ലഭിക്കുന്നത്. ഇവിടെ പലർക്കും ഉണ്ടാകുന്ന പ്രധാന സംശയം, ഇവർക്ക് ഇത്രയും കുറഞ്ഞ വിലയ്ക്ക് വിൽക്കുമ്പോൾ ലാഭം എവിടെ നിന്നാണ് വരുന്നത് എന്നാണ്. ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ഭാഗമാണ്. ഇവർക്ക് വരുമാനം ലഭിക്കുന്നത് സാധനം വിൽക്കുന്നതിലൂടെ മാത്രമല്ല. ആദ്യത്തെ പ്രധാന വരുമാന മാർഗം അഡ്വർടൈസ്മെന്റ്. സെല്ലർമാർക്ക് ഇവരുടെ പ്രൊഡക്റ്റുകൾ ലിസ്റ്റിന് മുകളിൽ കാണിക്കണമെങ്കിൽ അവർ പ്ലാറ്റ്ഫോമിൽ പണം നൽകണം. നിങ്ങൾ തിരിയുമ്പോൾ ആദ്യം കാണുന്ന ചില പ്രൊഡക്റ്റുകൾ സ്പോൺസേർഡ് എന്ന് കാണുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതാണ് ഇത്. രണ്ടാമത്തേത് ലോജിസ്റ്റിക്സ്. ഇവർക്ക് സ്വന്തമായി ഡെലിവറി നെറ്റ്വർക്ക് ഉണ്ട്. ഓരോ ഓർഡറിനും ചെറിയ തുകയെങ്കിലും ഡെലിവറി ചാർജായി ലഭിക്കും. ചിലപ്പോൾ ഫ്രീ ഡെലിവറി എന്ന് കാണിച്ചാലും ആ ചിലവ് മറ്റൊരു രീതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടാകും. മൂന്നാമത്തേത് ഡാറ്റ. ഇത് പലർക്കും അറിയാത്ത ഒരു കാര്യമാണ്. നമ്മൾ എന്താണ് തിരിയുന്നത്, എന്നാണ് വാങ്ങുന്നത്, എത്ര സമയം ചിലവഴിക്കുന്നു, ഈ എല്ലാ വിവരങ്ങളും ഇവർക്ക് ലഭിക്കുന്നു. ഈ ഡാറ്റ ഉപയോഗിച്ച് അവർ കൂടുതൽ സെയിൽ വർദ്ധിപ്പിക്കാൻ കഴിയുന്നു. അതായത് നമ്മളെക്കുറിച്ചുള്ള വിവരങ്ങൾ തന്നെ അവരുടെ ബിസിനസിന് സഹായിക്കുന്നു. ഇനി മറ്റൊരു രഹസ്യം ലോൺ ലീഡർ സ്ട്രാറ്റജിയാണ്. ചില പ്രൊഡക്റ്റുകൾ അവർ വളരെ കുറഞ്ഞ വിലയ്ക്ക്, ചിലപ്പോൾ ലോസ് ആയിട്ട് പോലും വിൽക്കും. കാരണം അതിലൂടെ ആളുകൾ ആപ്പിലേക്ക് ആകർഷിക്കാം. ഒരാൾ ഒരു സാധനം വാങ്ങാൻ വന്നാൽ അതിനൊപ്പം മറ്റൊന്നും വാങ്ങാൻ സാധ്യത കൂടുതലാണ്. ഇതുപോലെ തന്നെ ഡിസ്കൗണ്ട് സൈക്കോളജി എന്നൊരു കാര്യം കൂടിയുണ്ട്. ഒരു സാധനത്തിന് 999 രൂപ എന്ന് കാണുമ്പോൾ അത് 1000 രൂപയേക്കാൾ കുറവാണെന്ന് നമ്മൾ തോന്നും.
50% ഓഫർ എന്ന് കണ്ടാൽ അതിന്റെ യഥാർത്ഥ വില പരിശോധിക്കാതെ തന്നെ വാങ്ങാൻ തോന്നും. ഇത് മനുഷ്യ മനസ്സിന്റെ ഒരു സ്വഭാവമാണ്. അതിനെ വളരെ സ്മാർട്ടായി ഉപയോഗിക്കുന്നതാണ് ഈ പ്ലാറ്റ്ഫോമുകൾ. പക്ഷേ ഇത്രയും കാര്യങ്ങൾ കേട്ട ശേഷം നമ്മൾ മറക്കാൻ പാടില്ലാത്ത ഒരു പ്രധാന വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വാളിറ്റിയാണ്. എല്ലാ പ്രൊഡക്റ്റുകളും മോശമാണെന്ന് പറയാനാകില്ല. പക്ഷേ വളരെ കുറഞ്ഞ വിലയ്ക്ക് കിട്ടുന്ന ചില സാധനങ്ങളിൽ ക്വാളിറ്റി കുറയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഓൺലൈനിൽ നിന്ന് വാങ്ങുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ആദ്യം റേറ്റിംഗ് നോക്കുക. 4 സ്റ്റാറിന് മുകളിൽ ഉള്ള പ്രൊഡക്റ്റുകൾ തിരഞ്ഞെടുക്കാൻ ശ്രമിക്കുക. പിന്നെ റിവ്യൂസ് വായിക്കുക, പ്രത്യേകിച്ച് ഫോട്ടോ റിവ്യൂസ്, കാരണം യഥാർത്ഥ ഉപഭോക്താക്കളുടെ അനുഭവം അവിടെ കാണാം. അടുത്തതായി റിട്ടേൺ പോളിസി പരിശോധിക്കുക. ചില പ്രൊഡക്റ്റുകൾക്ക് റിട്ടേൺ സൗകര്യം ഇല്ലാത്തതിനാൽ പിന്നീട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ, അതിനാൽ ഓർഡർ ചെയ്യുന്നതിന് മുമ്പ് ഇത് ഉറപ്പാക്കണം. ഇനി ഒരു ചെറിയ ടിപ്പ് പറഞ്ഞു തരട്ടെ. ഓരോ പ്രൊഡക്റ്റ് പല സെല്ലർമാരിൽ നിന്നും പരിശോധിക്കുക. ചിലപ്പോൾ ഒരേ സാധനം തന്നെ വ്യത്യസ്ത വിലയിൽ ലഭിക്കും. ചെറിയൊരു സമയമെടുത്ത് താരതമ്യം ചെയ്താൽ നിങ്ങൾക്ക് നല്ല ഡീൽ കണ്ടെത്താൻ കഴിയും. ഇങ്ങനെ നോക്കുമ്പോൾ ഓൺലൈൻ ഷോപ്പിംഗ് സസ്തതമെന്ന് തോന്നുന്നത് യാദൃശ്ചികമല്ല. അതിന്റെ പിന്നിലെ വലിയൊരു സിസ്റ്റം പ്രവർത്തിക്കുന്നു. സീറോ കമ്മീഷൻ മോഡൽ, വോളിയം സെയിലിംഗ്, അഡ്വർടൈസ്മെന്റ്, ലോജിസ്റ്റിക്സ്, ഡാറ്റ എല്ലാം ചേർന്ന ഒരു വലിയ ഗെയിം. അതുകൊണ്ട് ഇനി നിങ്ങൾ മീഷോയിലോ ഫ്ലിപ്കാർട്ടിലോ ഒരു സാധനം വളരെ കുറഞ്ഞ വിലയ്ക്ക് കാണുമ്പോൾ ഇത് എങ്ങനെ സാധ്യം എന്ന് ആശ്ചര്യപ്പെടേണ്ട. അതിനെ പിന്നിലെ സ്ട്രാറ്റജി ഇപ്പോൾ നിങ്ങൾക്കറിയാം. പക്ഷേ ഒരു സ്മാർട്ട് ബയർ ആകുക എന്നത് വളരെ പ്രധാനമാണ്. വില മാത്രം നോക്കാതെ ക്വാളിറ്റിയും വിശ്വസ്തയും കൂടി പരിശോധിച്ച് വാങ്ങുക. എപ്പോൾ മാത്രമേ നിങ്ങൾക്ക് ശരിയായ മൂല്യം ലഭിക്കൂ. ഇത്തരം ബിസിനസ് രഹസ്യങ്ങൾക്കും ടെക്നോളജി ട്രിക്കുകൾക്കും കൂടുതൽ അറിയാൻ തുടർന്നും നമ്മളോടൊപ്പം ഉണ്ടാകൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് വെക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.